ഹായ് എവരി വൺ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അങ്ങനെ പുതിയൊരു സ്കൂളിൽ ജോലിക്ക് കയറിയെങ്കിലും എനിക്ക് പൊതുവെ അവിടുത്തെ അന്തരീക്ഷം അത്രയ്ക്ക് ഇഷ്ടമായില്ല. അങ്ങനെ കുറച്ച് ദിവസം കഴിഞ്ഞിട്ടും പ്രിൻസിപ്പലിനെ കാണാൻ സാധിക്കാത്തത് കൊണ്ട് തന്നെ ഈ സ്കൂളിൽ പ്രിൻസിപ്പൽ ഇല്ലാതെ വർക്ക് ചെയ്യുന്ന ഒരു സിസ്റ്റം ആണോ എന്ന് ഞാൻ ചിന്തിക്കാൻ തുടങ്ങി. പക്ഷെ അതൊരിക്കലും പോസിബിൾ അല്ലല്ലോ. സൗദി അറേബ്യ പോലൊരു രാജ്യത്ത് പ്രത്യേകിച്ചും ഒരു ഹെഡ് ഇല്ലാതെ ഒരിക്കലും ഒരു സ്കൂളിൽ വർക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പൊ ഞാനിങ്ങനെ ആലോചിച്ചു, പിന്നെ എന്തുകൊണ്ടായിരിക്കും ഇവര് എന്നെ പ്രിൻസിപ്പലിനെ മീറ്റ് ചെയ്യിപ്പിക്കാത്തേന്ന്. അങ്ങനെ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴത്തേക്ക് പെട്ടെന്ന് ഒരു ദിവസം അതിന്റെ ഫ്രണ്ടിലായിട്ട് ഒരു വലിയ കാറ് വന്ന് നിൽക്കുന്നു. അതിൽ നിന്ന് പറുത അണിഞ്ഞ കുറെ ആളുകൾ വെളിയിലേക്ക് ഇറങ്ങുന്നു. എന്തൊക്കെ ഈ സ്കൂളിനകത്ത് ആ റിസപ്ഷനിലൊക്കെ ഇരുന്ന ലേഡി ഭയങ്കരമായിട്ട് അവരെ വെൽക്കം ചെയ്യുന്നതും ഫ്ലവേഴ്സ് കൊടുക്കുന്നതും ഒക്കെ ഞാൻ ഇങ്ങനെ കണ്ടു. അപ്പൊ സംഭവം എന്താണെന്ന് എനിക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലായില്ലെങ്കിലും ഞാൻ അകത്തേക്ക് കയറിപ്പോയി. എന്നിട്ട് അവിടെ എൻ്റെ കൊളീഗ്സ് ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ ഇങ്ങനെ ചോദിച്ചപ്പോൾ അവര് പറഞ്ഞു അത് ഈ സ്കൂളിന്റെ ഓണറാണ്, അതുകൊണ്ടാണ് ഇവര് ഭയങ്കര ഇംപ്രഷൻ കാണിക്കുന്നതെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ വിചാരിച്ചു ഓക്കെ ശരിയായിരിക്കുമല്ലോ. അപ്പൊ ഞാൻ ആദ്യം തന്നെ പറഞ്ഞിരുന്നു ഇതൊരു മലയാളിയാണ് റൺ ചെയ്യുന്നതെന്നാണ് പറഞ്ഞത്. പക്ഷെ സ്വാഭാവികമായിട്ട് ഒരു സൗദി അവിടെ ഉണ്ടായിരിക്കും എന്ന് എനിക്കറിയായിരുന്നു. കാരണം ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ പാർട്ട്ണർഷിപ്പിൽ മാത്രമേ നമുക്ക് എന്തെങ്കിലും ഒരു ബിസിനസ് നടത്താൻ പറ്റൂ. അതിപ്പോ സ്കൂളായാലും മറ്റേ ഏതൊരു ബിസിനസ് ആയാലും അങ്ങനെ തന്നെയാണ്. ഇങ്ങനെ ക്ലാസ് എടുത്ത് കുറച്ചു നേരം ഞാനിങ്ങനെ പഠിപ്പിച്ചുകൊണ്ടൊക്കെ നിന്നപ്പോഴത്തേക്ക് പെട്ടെന്ന് അവിടുത്തെ ഒരു വ്യക്തി വന്നിട്ട് എന്നെ ഇങ്ങനെ വിളിച്ചു. വ്യക്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ 2-3 പേരുണ്ട്. നമുക്കിപ്പോൾ എന്തെങ്കിലും ഹെൽപ്പ് ചെയ്യാനും അങ്ങനെയൊക്കെ നിൽക്കുന്ന ആളുകൾ, നോട്ടീസ് വായിക്കാനൊക്കെ വരുന്ന ആളുകൾ. അങ്ങനെ അവർ വന്ന് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു മുദീറ കാണണോന്ന് പറയുന്നുണ്ടോ എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ചോദിച്ചു ആര്? അപ്പൊ പറഞ്ഞു മുദീറ. അപ്പൊ ഞാൻ പറഞ്ഞു ഓക്കെ, എനിക്ക് ഫസ്റ്റ് ടൈമാണ് ഞാൻ വേർഡ് കേൾക്കുന്നത്. ഞാൻ പറഞ്ഞു ഓക്കെ ഞാൻ വരാമെന്ന് പറഞ്ഞു. എന്നിട്ട് എവിടെയാണ് എന്ന് ചോദിച്ചു. അപ്പൊ പറഞ്ഞു നമ്മുടെ സൂപ്പർവൈസറിന്റെ റൂമില്ലേ അങ്ങോട്ടേക്ക് വന്നാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഞാൻ ചോദിച്ചു ഇത് കംപ്ലീറ്റ് ആക്കിയിട്ട് വന്നാൽ മതിയോ എന്ന് ചോദിച്ചു. അപ്പൊ പറഞ്ഞു അല്ല ഇപ്പൊ തന്നെ വരാനാണ് പറഞ്ഞത്. അത് ഞാൻ വിചാരിച്ചു ഓക്കെ മുദീറ എന്ന് പറഞ്ഞ വേറെ എന്തെങ്കിലും ആയിരിക്കും എന്ന് വിചാരിച്ചിട്ട് ഞാൻ അവിടേക്ക് ചെന്നു. നമ്മുടെ സൂപ്പർവൈസറിന്റെ റൂമിലേക്കാണ് ചെന്നത്. ഞാൻ ചെന്നപ്പോഴത്തേക്ക് അവിടെ സൂപ്പർവൈസർ മാത്രമേ ഉള്ളൂ. പിന്നെ കണ്ടുടനെ ഗുഡ് മോർണിംഗ് ഒക്കെ പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു നമ്മുടെ മുദീറ വന്നിട്ടുണ്ട്, അപ്പോൾ പുതുതായിട്ട് ജോയിൻ ചെയ്ത ആ സാറിനെ ഒന്ന് കാണണു എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ചോദിച്ചു ഈ മുദീറ എന്ന് പറഞ്ഞാൽ എന്താ സംഭവം അങ്ങനെ ചോദിച്ചു. അപ്പൊ പറഞ്ഞു അയ്യോ അതറിയില്ല, അത് ഈ സ്കൂളിന്റെ ഓണറാണ്, ആ ഓണറിനെയാണ് നമ്മളെ മുദീറ എന്ന് പറഞ്ഞു വിളിക്കുന്നതെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഓക്കെ എന്ന് പറഞ്ഞു. അങ്ങനെ എന്നെ കൊണ്ടുപോയി അവിടെ ഒരു റൂം ഞാൻ വന്നപ്പോൾ തന്നെ ശ്രദ്ധിച്ചിരുന്നു, ഒരു റൂം ലോക്ക് ചെയ്തിട്ടേക്കുന്നു ഫ്രണ്ടിൽ തന്നെ. അങ്ങനെ ആ റൂം ഇപ്പോൾ ഓപ്പൺ ആയിട്ടുണ്ട്. അതിന്റെ ഫ്രണ്ടിൽ ഗ്ലാസ് ഒക്കെ വെച്ചിട്ടുള്ള അറേഞ്ച്മെന്റ്സും കാര്യങ്ങളൊക്കെ ഞാൻ ഇങ്ങനെ കണ്ടു. അപ്പൊ എനിക്ക് മനസ്സിലായി അതാണ് അവിടുത്തെ മുദീറയുടെ റൂം. ഈ മുദീറ എന്ന് പറയുന്നത് ഈ സ്കൂളിന്റെ ഓണറാണ്. ഓണർ എന്ന് പറയുമ്പോൾ ഈ സ്കൂളിന്റെ പാർട്ണർഷിപ്പ് ഉള്ള സൗദിയുടെ ഭാര്യയാണ് അവിടുത്തെ മുദീറ. വൈഫാണ് ഇരിക്കുന്നത്. പുള്ളിക്കാരത്തി അതിനകത്തുണ്ട്. അപ്പൊ പുള്ളിക്കാരത്തേക്ക് ഇവിടെ പുതുതായിട്ട് ജോയിൻ ചെയ്ത് എന്നെ ഒന്ന് പരിചയപ്പെടാനാണ്. അങ്ങനെ ഞാൻ സൂപ്പർവൈസറിനോടൊപ്പം അകത്തേക്ക് കയറി. വളരെ മെലിഞ്ഞ ഒരു സൗദിയാണ്, അതായത് ലേഡിയാണ് അവിടെ ഇരിക്കുന്നത്. സൗദിയാണ് ആള്. അപ്പോൾ കാണുമ്പോൾ തന്നെ അറിയാം. അപ്പൊ പർദ്ദയും കാര്യങ്ങളും ഒന്നും ഇട്ടേക്കുന്നത്. അങ്ങനെ നമ്മളിങ്ങനെ സംസാരിച്ചു. ഇംഗ്ലീഷ് അത്ര വശമില്ല, എങ്കിലും വേർഡ്സ് ഒക്കെ മനസ്സിലാവും നമ്മൾ എന്താ പറയുന്നത്. ഞങ്ങൾക്കിടയിൽ ട്രാൻസ്ലേറ്റർ ആയിട്ട് നിന്നത് ആ സൂപ്പർവൈസർ തന്നെയാണ്. കുറച്ചു നേരം ഞങ്ങളിങ്ങനെ സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ ഞാൻ എൻ്റെ ആദ്യ വീഡിയോയിൽ തന്നെ നിങ്ങളോട് സൂചിപ്പിച്ചിരുന്നുണ്ട്, അവിടെ ചെന്നപ്പോൾ ഈ റിസപ്ഷനിൽ ഇരിക്കുന്ന വ്യക്തിക്ക് വളരെയധികം ഇൻഫ്ലുവൻസ് ഉള്ളതുപോലെ എനിക്ക് തോന്നിയായിരുന്നു. ഈ റിസപ്ഷനിൽ ഇരിക്കുന്ന ലേഡി ഒന്ന് നോക്ക് പോലെ ചെയ്യാതെ നമ്മുടെ റൂമിലേക്ക് കടന്നു വന്നിട്ട് വളരെ ഫ്ലുവൻ്റ് ആയിട്ട് അവർ ഈ മുദീറയുടെ അടുത്ത് വളരെയധികം സംസാരിക്കുക, അറബിയിലാണ് കേട്ടോ സംസാരിക്കുന്നു. അതുപോലെ ഭയങ്കര ഫ്രണ്ട്സിനെ പോലെ പെരുമാറുന്നു. അപ്പൊ ഞാൻ സ്വാഭാവികമായിട്ട് ചിന്തിച്ചു ഇവിടുത്തെ ഓണറും റിസപ്ഷനിസ്റ്റും തമ്മിൽ ഇത്രയും ബന്ധവും, അങ്ങനെ എനിക്ക് തോന്നി. അതിനുശേഷം സംസാരിച്ച് വെളിയിലേക്ക് ഇറങ്ങി. ഞങ്ങൾ കൂടുതലൊന്നും സംസാരിച്ചില്ല, കാരണം പുള്ളിക്കാരത്തേക്ക് ഇംഗ്ലീഷ് അത്രയ്ക്കൊന്നും വശമില്ല. പിന്നെ ഞാൻ ശ്രദ്ധിച്ച കാര്യം അവരുടെ റൂമിൽ തന്നെ ഒരു ക്ലർക്ക് ഇരിപ്പുണ്ട്, അതായത് ക്ലറിക്കൽ പോസ്റ്റ് പോലെ വർക്കൊക്കെ ചെയ്യുന്ന, അതും ഒരു മലയാളിയാണ്. അതിനുശേഷം വെളിയിലേക്ക് ഇറങ്ങിയപ്പോഴത്തേക്ക് ഞാൻ സൂപ്പർവൈസറിനെ ചോദിച്ചു സത്യത്തിൽ ഇവർ ആരാ, ഇവിടുത്തെ ഓണർ ആണെന്ന് എനിക്ക് മനസ്സിലായി, വേറെ എന്താ മീൻസ് അതിനകത്ത് ക്ലറിക്കൽ പോസ്റ്റിലൊക്കെ ആളുകളുണ്ടല്ലോ, അങ്ങനെ ഞാൻ ചോദിച്ചു. അപ്പോഴാണ് എനിക്ക് കാര്യം മനസ്സിലായത്. ഞാൻ ആൾറെഡി പറഞ്ഞിരുന്നു ഇവിടെ പ്രിൻസിപ്പൾ ഇല്ലാന്ന്. നോമിനൽ പ്രിൻസിപ്പൾ എന്ന് പറയുന്നത് ഈ മുദീറയാണ്. ഇവരാണ് അവിടുത്തെ എല്ലാ കാര്യവും നോക്കുന്നത്. അതായത് ഇവരെ പേരാണോ എന്ന് വെച്ചാൽ ഇവരെ കൂടെ മറ്റൊരാളും കൂടെ ഉണ്ട്. പക്ഷെ ആ വ്യക്തി അന്ന് ഞാൻ കണ്ടില്ല. അവരെ പേരാണ് പ്രിൻസിപ്പലിന്റെ സ്ഥാനത്ത് വെച്ചിരിക്കുന്നത്. പക്ഷെ വർക്കൊന്നും ചെയ്യുന്നത് അവരൊന്നുമല്ല, അതിന് വേറെ ആളുകളുണ്ട്. ജസ്റ്റ് ഇവരുടെ പേര് മാത്രം ഇങ്ങനെ കൊടുത്തേക്കുന്നു. കാരണം നിങ്ങൾ മനസ്സിലാക്കുക, ഇംഗ്ലീഷ് ഒന്നും അറിയാത്ത മുദീറ വെച്ചിരിക്കുന്ന മറ്റൊരു നോമിനൽ ആയിട്ടുള്ള പ്രിൻസിപ്പളിനും അവിടെ എന്താ ചെയ്യാൻ പറ്റുക? 2 സൗദികൾ തന്നെയാണ്. അപ്പൊ എൻ്റെ അടുത്ത് പറഞ്ഞു
ഈ ഈ സ്കൂളിന്റെ ഓണറിന്റെ വൈഫാണ് ആയിരിക്കുന്നത്. പിന്നെ പ്രിൻസിപ്പൽ സ്ഥാനത്തേക്ക് വെച്ചിരിക്കുന്നത് മറ്റൊരു സൗദിയെ തന്നെയാണ്, അതും ലേഡിയാണ്. അവരും വല്ലപ്പോഴും മാത്രമേ വരാറുള്ളൂ. അതായത് പേരിന് പ്രിൻസിപ്പൽ, അങ്ങനെയാണ്. ജോലിയെല്ലാം ചെയ്യുന്നത് അതിനകത്തിരിക്കുന്ന ആ ഒരു ക്ലർക്കാണ്. ഞാൻ പറഞ്ഞ പോലെ തന്നെ ഒരു മലയാളിയാണ് ആള്. അപ്പൊ ഞാൻ പറഞ്ഞു ഓക്കെ, അപ്പൊ പ്രിൻസിപ്പള് ഇതുവരെയും വന്നിട്ടില്ല, ഇപ്പൊ ഞാൻ കണ്ടത് ഇതിന്റെ ഓണറിനെയാണ്. അപ്പൊ ടീച്ചർ പറഞ്ഞു അതെ, ഇപ്പൊ കണ്ടത് ഓണറിനെയാണ്. എന്നിട്ട് പറഞ്ഞു ഞാനിങ്ങനെ അങ്ങോട്ട് ചോദിച്ചു ഞാനങ്ങനെ ആദ്യം ചോദിച്ചു ഇതെന്താ ഇങ്ങനത്തെ സിസ്റ്റം, കാരണം പ്രിൻസിപ്പൽ മീറ്റിംഗ് ഒക്കെ വിളിക്കുമ്പോഴത്തേക്ക് ഇവരൊക്കെ പോകേണ്ടി വരില്ലേ എന്ന് ചോദിച്ചു. അപ്പൊ പറഞ്ഞു ഈ സ്കൂളിൽ നിന്ന് അങ്ങനെയൊന്നും പോവാറില്ല, ഇതൊരു സ്കൂൾ ഇങ്ങനെ പ്രവർത്തിക്കുന്നു സൗദിയുടെ കീഴിൽ, അതായത് സൗദി ആളുകൾ ഉള്ളത് കൊണ്ട് ഇതിങ്ങനെ പ്രവർത്തിച്ചു പോകുന്നു എന്നുള്ളതേ ഉള്ളൂ എന്ന് പറഞ്ഞു. അപ്പൊ മൊത്തത്തിൽ എനിക്ക് അവിടുത്തെ ഒരു സിസ്റ്റം മനസ്സിലായി, ഒരു തട്ടിക്കൂട്ട് സിസ്റ്റം ആണോ എന്നുള്ളത്. പിന്നെ എനിക്ക് തോന്നി ഇത്രയും ക്വാളിഫിക്കേഷൻ ഉള്ള ഞാൻ ഇവിടെ തന്നെ നിൽക്കണോ, കാരണം ഒട്ടും പക്ഷെ ഒരു കുറച്ചെങ്കിലും സ്റ്റാൻഡേർഡ് ഉള്ള ഒരു സ്കൂളാണെങ്കിൽ ഓക്കെ, പക്ഷെ ഇത് ഒട്ടും സ്റ്റാൻഡേർഡ് ഇല്ലാത്ത അതുപോലെ ഒരു തട്ടിക്കൂട്ട് സെറ്റപ്പിൽ പോകുന്ന ഒരു സ്കൂളായിരുന്നു. അങ്ങനെ ഞാനിങ്ങനെ ആലോചിച്ചു. അതുപോലെ തന്നെ അവിടുത്തെ കൊളീഗ്സിന്റെ കാര്യം, അവരെന്തോ പരസ്പര ശത്രുക്കളെ പോലെയാണ് എല്ലാവരെയും കാണുന്നത്, എന്നെ മാത്രമല്ല എല്ലാവരും പരസ്പരം ഒരു ശത്രുക്കളെ പോലെയാണ്. ഹെൽപ്പ് ചെയ്യുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഒരു ഹെൽപ്പ് ചെയ്യുന്നുണ്ട്, പക്ഷെ നമുക്ക് പരസ്പരം ഒരു അടുപ്പമില്ല, അതാണ് പ്രശ്നം. ഒരു അടുപ്പം നമുക്ക് അവരുമായിട്ട് ഫീൽ ചെയ്യുന്നില്ല. അപ്പൊ ഞാൻ എന്ത് ചെയ്യും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അവിടെ ലൈബ്രറി, ചെറിയൊരു ലൈബ്രറി ഉണ്ട് കുട്ടികൾക്ക് വേണ്ടി, ഞാൻ അവിടെ പോകും, പുസ്തകം എടുക്കും, ഫ്രീ ടൈംസ് അവിടെ ഇരുന്ന് വായിക്കും, അത്രയും തന്നെ, അല്ലാതെ വലിയൊരു കമ്പനിയോ കാര്യങ്ങളോ ഇല്ല. പിന്നെ മറ്റൊരു കാര്യം എടുത്തു പറയേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ വർക്ക് ലോഡോ കാര്യങ്ങളോ ഒന്നുമില്ല, കാരണം ആ കുട്ടികളുടെ ടൈം ടേബിള് സയൻസും മാത്സും മാത്രമേ മെയിൻ സബ്ജക്റ്റ് ആയിട്ടുള്ളൂ. ബാക്കി എല്ലാ ലൈബ്രറി, അതുപോലെ റൈറ്റിംഗ്സ്, ഡ്രോയിങ്, അങ്ങനെയുള്ള സബ്ജക്റ്റുകളാണ് അവരുടെ ടൈം ടേബിളിൽ മെജോറിറ്റി പോർഷൻ അവർ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഡിവിഷൻ, ഓരോ ക്ലാസ്സും ഓരോ ഡിവിഷൻ വീതമുള്ളൂ, അതുകൊണ്ട് പൊതുവെ ടീച്ചേഴ്സ് അവിടെ കുറവാണ്. പിന്നെ എനിക്ക് കൂടുതലായിട്ട് ഇറിറ്റേറ്റിംഗ് ആയിട്ട് തോന്നിയൊരു കാര്യം എന്ന് വെച്ചാൽ, ഈ സൂപ്പർവൈസറിനെക്കാളും പ്രിൻസിപ്പലിനെക്കാളും എല്ലാം ഭയങ്കര ഇൻഫ്ലുവൻസ് അവിടെ ഉള്ളത് ആ റിസപ്ഷനിസ്റ്റിനാണ്. അതിന്റെ പ്രധാന കാരണം അവർക്ക് ആ മുതിരയോടുള്ള അടുപ്പമാണ്, അതിന്റെ ഓണറുമായിട്ടുള്ള. അപ്പൊ നിങ്ങൾ വിചാരിക്കും റിസപ്ഷനിസ്റ്റ് എന്ന് പറയുന്നത് സൗദിയാണ്, അല്ല കേട്ടോ, അത് മലയാളി തന്നെയാണ്. അവർക്ക് അവരുമായിട്ട്, അതായത് മുതിറായിട്ട് നല്ല അടുപ്പമുണ്ട്. അതെങ്ങനെ വന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് ലാംഗ്വേജിൽ നല്ല ഫ്ലുവൻസി ഉണ്ട്, അറബിയിൽ. സോ ഇവിടുത്തെ എല്ലാ കാര്യവും നോക്കുന്നതും അത് മുതിറയോട് പറഞ്ഞു കൊടുക്കുന്നതും ചെയ്യുന്നതും എല്ലാം തന്നെ റിസപ്ഷനിസ്റ്റ് ആണ്. അതായത് റിസപ്ഷനിൽ ഇരിക്കുന്നതേ ഉള്ളൂ, ഓളിൻ്റെ ആളെന്ന് പറയുന്നത് ആ വ്യക്തിയാണ്, പക്ഷെ അവിടുത്തെ എംപ്ലോയി തന്നെയാണ്. അപ്പൊ പുള്ളിക്കാരത്തെ ആവശ്യമില്ലാതെ എല്ലാ കാര്യത്തിലും ആ ഒരു പ്രിവിലേജ് എടുക്കാറുണ്ട്. അതിപ്പോ ടീച്ചേഴ്സിന്റെ കാര്യത്തിലായാലും എങ്ങനെയായാലും, നമ്മളിപ്പോ ക്ലാസ്സിൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ തന്നെ ഫീ കൊടുക്കാത്ത കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ സാധാരണ എന്താ നമ്മൾ ചെയ്യുക, അവരെ വിളിച്ചുകൊണ്ട് പോയി മാറ്റി നിർത്തി പറയുക, അങ്ങനെയാണല്ലോ. ഇതങ്ങനെയൊന്നുമില്ല, ക്ലാസ്സിൽ കയറി വരിക, കുട്ടികളെ അടിക്കുക, എന്നിട്ട് നമ്മളെടുത്ത് പറയാ ഇവനെ ഇനി ക്ലാസ്സിൽ ഇരുത്തരുത്, ഇവന് കുറെ നേരം എടുത്ത് വെളിയിൽ നിർത്തി വെക്കണം, ഞാൻ കൊടുത്ത പണിഷ്മെന്റ് ആണ്. ആ ഒരു രീതിയിൽ എല്ലാത്തിനും കയറി ഇന്റർഫിയർ ചെയ്യുന്ന ഒരു എന്താ പറയാ, ഒരു അറഗന്റ് ആയിട്ടുള്ള സ്വഭാവമുള്ള ഒരു സ്ത്രീ ആയിട്ടാണ് എനിക്ക് തോന്നിയത്. കൂടിപ്പോയാൽ ഒരു 10-35 വയസ്സ് വരുമായിരിക്കും, പക്ഷെ അവർക്ക് ആ സ്കൂളിലുള്ള ഇൻഫ്ലുവൻസ് അവർ നമ്മളടുത്തും ഇങ്ങനെ കാണിക്കാൻ ശ്രമിക്കും. അപ്പൊ എനിക്ക് വളരെയധികം ഇറിറ്റേറ്റിംഗ് ആയിട്ട് തോന്നി. എന്തായാലും ഞാൻ തീരുമാനിച്ചു, ഇവിടെ കയറി ജോലി ചെയ്യുന്നു, അത് ശരി തന്നെ, പക്ഷെ ഇവിടെ തന്നെ നിൽക്കാൻ എനിക്ക് ഒരു ഉദ്ദേശമില്ല. ഞാൻ പുതിയ സ്കൂൾ എന്തായാലും നോക്കും, പുതിയ CV പ്രിപ്പയർ ചെയ്ത് പുതിയ സ്കൂളിലേക്ക് എന്തായാലും മാറണം, അതുവരെയുള്ളൂ ഈ ജോലി. അങ്ങനെ വിചാരിച്ചുകൊണ്ട് പുതിയ സ്കൂളിലേക്ക് വേണ്ടിയിട്ടുള്ള CV പ്രിപ്പയർ ചെയ്യാൻ ഞാൻ വീണ്ടും സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങി.